മട്ടന്നൂർ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന വിവിധ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മട്ടന്നൂർ ജംഗ്ഷനിൽ നിർമ്മിച്ച ക്ലോക്ക് ടവറിന്റെ ഉദ്ഘാടനം ഈ മാസം നടക്കും. കണ്ണൂർ വിമാനത്താവള നഗരമായ മട്ടന്നൂരിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി തയ്യാറാക്കിയത്. നഗരത്തിന്റെ മുഖം മാറ്റുന്ന വിധത്തിൽ ക്ലോക്ക് ടവറും ഓപ്പൺ ഓഡിറ്റോറിയവും ഇടനാഴിയും ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നിർമ്മാണമാണ് അവസാന ഘട്ടത്തിലെത്തിയത്. കെ ശൈലജ എംഎൽഎയുടെ വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മട്ടന്നൂർ ഇരിട്ടി റോഡ് ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിച്ചത്. ഇതിന്റെ അവസാനഘട്ട പ്രവൃത്തി അടുത്ത ദിവസം പൂർത്തീകരിക്കും. ക്ലോക്ക് ടവറിനൊപ്പം ദിശാസൂചക ബോർഡുകൾ, വഴിവിളക്കുകൾ എന്നിവയും സ്ഥാപിക്കും. മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബൈപ്പാസ് റോഡാണ് ഹരിത ഇടനാഴിയായി വികസിപ്പിച്ചത്. 25 ലക്ഷം ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തിയത്. ഇതുവഴി ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ശ്രമം നടത്തിവരികയായിരുന്നു. ഇരുവശങ്ങളിലും പൂന്തോട്ടവും അലങ്കാരങ്ങളുമുള്ള പാതയാക്കി നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തായാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. 20 ലക്ഷം ചെലവഴിച്ചാണ് പൊതുപരിപാടികൾ നടത്താനായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. സ്റ്റേജ് നിർമ്മാണത്തിന്റെ പ്രവൃത്തികളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കണ്ണൂർ റോഡിന്റെ ഇരുവശവും ഡ്രൈനേജുകൾ നിർമ്മിക്കുന്നതിനും കവറിംഗ് സ്ലാബ് ഉൾപ്പെടെ ഫുട്പാത്ത് നിർമ്മിക്കാനും 80 ലക്ഷം അനുവദിച്ച് പ്രവൃത്തി നടത്തിയിരുന്നു. മനോഹരമായ അലങ്കാര ദീപങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഈ റോഡിന്റെ ഇരുവശത്തും സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തു നിന്നും മട്ടന്നൂരിന്റെ കവാടമായ വായാന്തോട് മുതൽ നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ നടന്നത്. ഇതിനു പുറമെ ഇരിട്ടി റോഡിലും പ്രവൃത്തി നടത്താൻ തീരുമാനമായിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂർ റോഡിലും അതുപോലെ ഇരിട്ടി മട്ടന്നൂർ റോഡിലും ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി കണ്ണൂർ മട്ടന്നൂർ റോഡിൽ പൂർത്തിയായി കഴിഞ്ഞു. 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള കൈവരികളും അതുപോലെ നടപ്പാതയൊക്കെയായിട്ട് PWDയിൽ നിന്ന് നഗരവൽക്കരണത്തിന്, സൗന്ദര്യവൽക്കരണത്തിന് കിട്ടിയ പണമാണ്. ഇരിട്ടി റോഡിൽ അത്രയും തന്നെ തുക ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പ്രവൃത്തി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ തലശ്ശേരി റോഡിലും ഒരു 75 ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തി അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആ മേഖലയിലും ആ പരിഷ്കാരം വരും. അതോടൊപ്പം തന്നെ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മട്ടന്നൂരിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ടവറാണ്, ക്ലോക്ക് ടവറാണ്. ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ക്ലോക്ക് കൂടി ഘടിപ്പിക്കുന്നതോടുകൂടി നമുക്ക് ആ ടവറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും. ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു യുദ്ധവിരുദ്ധ സ്മാരകം ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഒരു സ്റ്റേജും അതുപോലെ തന്നെ അതിന് ആളുകൾക്ക് പരിപാടിക്കൊക്കെ വന്ന് ഇരുന്ന് കാണുന്നതിനും കേൾക്കുന്നതിനും കഴിയുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയവുമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ക്ലോക്ക് ടവറിന്റെയും ഹരിത ഇടനാഴിയുടെയും ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.